ആ സുന്ദരവനം ഒരു മാന്ത്രിക വനമായിരുന്നു. ആ വനത്തിൽ എല്ലാവിധത്തിലുള്ള മൃഗങ്ങളും ആദിവാസികളും ഒരുമിച്ച് താമസിച്ചു പോകും. പ്രകൃതിദേവിയുടെ അനുഗ്രഹമുള്ള കാടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ മറ്റെങ്ങും ഇല്ലാത്തത്രയ്ക്ക് പുഷ്പങ്ങളും ഫലങ്ങളും അവിടെ തിങ്ങി വളർന്നു. കാട്ടിലെ സസ്യലതാദികൾ സ്വർണം പോലെ വജ്രം പോലെ തിളങ്ങിയിരുന്നു. വനദേവതയ്ക്ക് അടിയന്റെ പാദ നമസ്കാരം. അമ്മേ, അമ്മയുടെ ആശീർവാദമാണ് ഈ ഐശ്വര്യം നിറഞ്ഞ കാട്. അമ്മയുടെ കാട്ടിലെ ബലപുഷ്പാദികൾ ലോകോത്തരമല്ലേ? അതുകൊണ്ടല്ലേ ഈ കാട്ടിലെ എല്ലാ ജീവികളും സന്തുഷ്ടഭരിതരായി സുഖമായി ജീവിക്കുന്നത്? എല്ലാം അമ്മയുടെ കൃപ തന്നെ. ഒരു ദിവസം വഴിയാത്രയ്ക്കിടയെ വളരെ അത്യാഗ്രഹിയായ ധനി സിംഗ് എന്നൊരു ബിൽഡറിന്റെ കണ്ണുകൾ ആ മനോഹരമായ കാട്ടിൽ പതിഞ്ഞു. സന്തുഷ്ടനായ അവൻ ചിന്തിച്ചു, ഓഹോ, അടിപൊളി അടിപൊളി! ഈ വനം എത്ര സുന്ദരമാണ്! ഈ വനം മാത്രം എന്റെ സ്വന്തമായാൽ ഞാൻ പിന്നെ മില്യനർ അല്ല, ഒരു ബില്യനർ തന്നെയാകും. ഞാൻ എന്റെ സഹായികളെ വിളിച്ചു വരുത്തട്ടെ. എടാ, എല്ലാവരെയും കൂട്ടി നീ സുന്ദരവനത്തേക്ക് വന്നേക്ക്. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ അയാളുടെ സഹായികൾ അവിടെ എത്തി. ഉടനെ തന്നെ ധനി സിംഗ് സഹായികളുമൊത്ത് മൃഗരാജാവായ സിംഹത്തെയും ജഗുവിനെയും കാണാൻ ചെന്നു. നമസ്കാരം നമസ്കാരം. അല്ല, നിങ്ങളിൽ ആരാ രാജാവ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കാട്ടിലെ റാണി പ്രകൃതി ദേവി തന്നെയാണ്. ആ അമ്മയാണ് എന്നെ മൃഗങ്ങളുടെ രാജാവായും ജഗ്ഗുവിനെ മനുഷ്യരുടെ രാജാവായും നിയമിച്ചത്. അല്ല, നിനക്ക് ഞങ്ങളോട് എന്താണ് സംസാരിക്കേണ്ടത്? ധനി സിംഗ് ഒരു പട്ടിക നിറയെ പണവും മറ്റൊരു പട്ടിക നിറയെ ശുദ്ധമായ മാനിറച്ചിയും അവരുടെ മുമ്പിൽ കാഴ്ചവെച്ച് പറഞ്ഞു, എന്റെ ഈ ചെറിയ ഉപഹാരങ്ങൾ നിങ്ങൾ രണ്ടുപേരും സ്വീകരിക്കണം. നഗരവാസിയായി നീ കാട്ടിൽ വന്ന് ഈ ഉപഹാരം ഞങ്ങൾക്ക് തരുന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? മാത്രമല്ല, ഞങ്ങൾക്ക് സന്യാസികളെ അല്ലാതെ വേറെ ആരെയും വിശ്വാസമില്ല. പറയൂ, നീ എന്തിനാണ് ഇവിടെ വന്നത്? കാര്യം പറയൂ. ഉള്ള സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കാട് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ മാത്രം എനിക്കിത് എഴുതി തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ പൊന്നുപോലെ നല്ലോണം നോക്കിക്കോളാം. നിങ്ങൾക്ക് ഓക്കെ ആണോ? ശരി ശരി, പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞാ എങ്ങനെയാണത്? എന്റെ ജഗ്ഗു, നിങ്ങളെ ഞാനൊരു മഹാകോടിപതിയാക്കും. സിംഹരാജാവിന് ജീവിതാവസാനം വരെയും മാംസം നൽകും ഞാൻ. പിന്നെന്താ, ഞാൻ ഈ സുന്ദരവനത്തിനെ അതിസുന്ദരമാക്കും. ഇത് കേട്ട് സിംഹരാജാവിന് ദേഷ്യം വന്നു. കോപിഷ്ഠനായ രാജാവ് ഒറ്റയടിക്ക് ധനി സിംഗിനെ തന്റെ കാൽച്ചുവട്ടിൽ വീഴ്ത്തിച്ചു. ധനി സിംഗ്, എന്റെ മുമ്പിൽ ഇതൊക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നു? ഈ അത്ഭുത കാട് പ്രകൃതി ദേവിയുടെയാണ്. ഇവിടെ മൃഗങ്ങൾക്കും ആദിവാസികൾക്കും മാത്രമേ സ്ഥാനമുള്ളൂ. നിന്നെ പോലെ അത്യാഗ്രഹിക്കുള്ളതല്ല ഈ കാട്. നീ പണത്തിന് വേണ്ടി ഈ കാട് വെട്ടിമുറിക്കും. പ്രാണഭയത്തോടെ ധനി സിംഗ് വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ല അല്ല മഹാരാജാവേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ കാടിന്റെ പ്രശസ്തി വല്ലാതെ ഉയർന്നിരിക്കുന്നു. സത്യമായിട്ടും ഞാൻ ഈ കാട് സംരക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. സത്യമാണ് രാജാവേ. പക്ഷേ എനിക്ക് നിന്നെയാണടാ ആദ്യം സംശയം. അല്ലാതെ ഉരുട്ടല്ലേ ധനി സിംഗ്. ഇത് വനദേവതയുടെ കാടാണ്. ഞങ്ങൾ ആദിവാസികളും മൃഗങ്ങളൊക്കെ ഇവിടെ സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കാത്തു രക്ഷിച്ചോളും. മൃഗരാജന്റെയും ആദിവാസി തലവന്റെയും വാക്കുകൾ കേട്ട് ധനി സിംഗ് ജീവനും കൊണ്ടോടി. വീട്ടിലെത്തിയ ശേഷവും ധനി സിംഗിന്റെ മനസ്സിൽ നിന്നും ആ അത്ഭുത വനം വിട്ടുപോയില്ല. ആകാശം ഇടിഞ്ഞു വീണാലും ലോകം അവസാനിച്ചാലും വിലമതിക്കാനാകാത്ത ആ കാട് ഞാൻ സ്വന്തമാക്കിയിരിക്കും. മരകഥ പച്ച പുതച്ച ആ കാട്ടിന്റെ ഉള്ളിൽ രത്നകൂമ്പാരം ഉണ്ടാവോ എന്നത് തീർച്ച. തനിയെ ഇരുന്ന് പിറുപിറുത്തു കൊണ്ടിരുന്ന ധനി സിംഗിനെ കണ്ട് അവന്റെ ഭാര്യ പറഞ്ഞു, അല്ല മനുഷ്യ, നിങ്ങൾ എന്താ തനിയായിരുന്നു പിറുപിറുത്തോണ്ടിരിക്കുന്നത്? ജോലിയൊന്നുമില്ലെങ്കിൽ പുറത്ത് വിറകെട്ടുണ്ട്, അതൊന്ന് ശരിക്ക് വെട്ടിത്താ, എനിക്ക് അടുപ്പ് കത്തിക്കണം. പുറത്തു പോയ ധനി സിംഗ് വിറക് കെട്ടെടുത്ത് വെട്ടാൻ തുടങ്ങി. പക്ഷേ അവന് പറ്റിയില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇത്രയും വലിയ മുതലാളിയായിട്ടും ബുദ്ധിയൊന്നുമില്ലേ? ഈ വലിയ കെട്ട് വിറക് ഒന്നിച്ചെടുത്ത് വെട്ടാൻ പറ്റുമോ? ഓരോന്നായിട്ട് അതൊന്ന് ഊരിയെടുത്ത് ഒറ്റയ്ക്ക് വെച്ച് വെട്ടിയാൽ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റും. ഇത് കേട്ട് ധനി സിംഗിന് സന്തോഷായി. ഒരു ഐഡിയ വന്നു. പെട്ടെന്ന് തന്നെ അവനൊരു തന്ത്രം മെനഞ്ഞു. എടി, നിന്റെ ബുദ്ധി അപാരം തന്നെ. ഞാൻ ആ കാട് എങ്ങനെ കൈവശമാക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അലുവ പോലെ ഒരു ഐഡിയ നീ തന്നത്. നന്ദി കേട്ടോ. ഞാനാ കാട് എന്റേതാക്കി കഴിഞ്ഞടി. അങ്ങനെ ഒരു ദിവസം ധനി സിംഗ് സന്ധ്യ കഴിഞ്ഞ് വനത്തിൽ പോയി മൃഗരാജനെ പിന്തുടർന്ന് തക്ക സമയം നോക്കി അതിനെ കൊന്നു.
മാത്രമല്ല സിംഹത്തെ കൊന്ന കുറ്റം ആദിവാസിയുടെ തലയിൽ കെട്ടിവെച്ചു. ഈ നുണ വിശ്വസിച്ച മൃഗങ്ങൾ പ്രകോപിതരായി. ഈ ആദിവാസികൾ നമ്മുടെ നെഞ്ചിൽ തന്നെ ചവിട്ടിയിരിക്കുന്നു. വെറുതെ വിടരുത് അവന്മാരെ. പ്രതികാരത്തിൽ കണ്ണു കാണാതായ മൃഗങ്ങൾ തെറ്റേത് ശരിയേത് എന്നറിയാത്ത അവസ്ഥയിലായി. അവർ ഒരുമിച്ച് ഒരു ആദിവാസിയെ കൊന്നു. ഈ ക്രൂരകൃത്യം കണ്ടുനിന്ന മറ്റൊരു ആദിവാസി അവരുടെ തലവനോട് ഈ കാര്യം പോയി പറഞ്ഞു. പ്രതികാരത്തിൽ അന്ധരായ രണ്ടു കൂട്ടരും അന്യോന്യം അടിക്കാൻ തുടങ്ങി. പല മൃഗങ്ങളും ആദിവാസികളും മരിച്ചു വീണു. എന്റെ ദേവിയെ, ഞങ്ങളുടെ കാടിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മേ കാത്തോണേ. ഈ ആദിവാസികളല്ലേ കൊലയും കൊലവിളിയെല്ലാം തുടങ്ങിയത്? അല്ലെങ്കിൽ എന്ത് സന്തോഷമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്? മൃഗങ്ങൾ ആദിവാസികളെ കുറ്റം പറയുന്നത് പോലെ തന്നെ ആദിവാസികളും മൃഗങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാവരും സന്തോഷത്തോടെ അല്ലേ ജീവിച്ചോണ്ടിരുന്നത്? പിന്നെ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയി? ഞാനൊരു കാര്യം പറയട്ടെ, അവരോട് തന്നെ നമ്മൾ പോയി ചർച്ച ചെയ്താലോ? നീ പറഞ്ഞത് ശരിയാടോ. പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി സിംഹിണിയെ ഉടനെ തന്നെ ജഗ്ഗു വിളിച്ചു. പറയൂ മൂപ്പ, എന്തിനാണ് എന്നെ വിളിച്ചത്? സിംഹിണി, എന്റെ മിത്രമായ സിംഹരാജാവിനെ ആരാണ് കൊന്നത്? പറയൂ. കൊന്നവര് തന്നെ ചോദിക്കുകയാണോ മൂപ്പ ആരാണ് കൊന്നതെന്ന്? എനിക്ക് മനുഷ്യരെ വിശ്വസിക്കാൻ പറ്റാതായി. ചേച്ചി എന്താ ഈ പറയുന്നത്? ഞാൻ കൊന്നെന്നാണോ പറയുന്നത്? അതെ, ഞങ്ങളുടെ രാജാവിനെ ഇതനല്ലേ കൊന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ചതിയനോ? ചതിയന്മാര് നിങ്ങളാണ്. ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളൊക്കെ കൂട്ടിന്റെ ഉള്ളിൽ പൂട്ടിയിടാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങളെ പോലെ സ്വതന്ത്രരായി ജീവിക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിച്ചു. പക്ഷെ ഞങ്ങൾ ആദിവാസികളെ കൊന്നു തിന്നാൻ തുടങ്ങി. സൂക്ഷിച്ച് സംസാരിക്കണം രാജാവേ. ഇത് തുടങ്ങിയതന്നെ നിങ്ങളാണ്, പക്ഷെ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും. അത് നിങ്ങളിൽ ഒരുത്തൻ കൂടി ഈ കാട്ടിലുണ്ടാവില്ല. മിണ്ടാതിരിക്കടാ കടുവേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ആരെയും ജീവനോടെ വിടില്ല. ഭീഷണിപ്പെടുത്തുകയാണോ? ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളിൽ ഒരുവനെ തൊട്ടുനോക്ക്. പ്രതികാരം മൂത്ത രണ്ടു കൂട്ടരും അന്യോന്യം അടിച്ചു ചാകാൻ തുടങ്ങി. ഇത് കണ്ട് പ്രകൃതി ദേവിക്ക് ദേഷ്യമുണ്ട്. വിഗ്രഹത്തിൽ നിന്നും സ്വയം ഇറങ്ങി വന്ന ദേവി ഇങ്ങനെ പറഞ്ഞു: നിർത്തോ! എന്താണ് എന്റെ കാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊക്കെ അന്യോന്യം പോരടിച്ച് ചാകാൻ തീരുമാനിച്ചോ? അമ്മേ, ഇവര് കുറെ ആദിവാസികളെ കൊന്നു തിന്നു. ഇവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അമ്മേ, ഇവർ നുണയാണ് പറയുന്നത്. ഇവർ എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നു. ഈ കാട്ടിൽ ആദിവാസികൾ മാത്രം ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അവിവേകികളായ രണ്ടു കൂട്ടരുടെയും വാക്കുകൾ കേട്ട ദേവി പ്രകോപിതയായി. ഈ മനോഹരമായ കാടിന്റെ സൗന്ദര്യവും സമാധാനവും എന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമല്ല നിലനിൽക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വവും സ്നേഹവും കൊണ്ടും കൂടിയാണ്. ഇതൊക്കെ കൂടിയാണ് ഈ മനോഹരമായ കാടിനെ അത്ഭുത കാടാക്കി മാറ്റിയത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തുള്ളി സ്നേഹമില്ല, വെറും പകയും വിദ്വേഷവും മാത്രം. അതുകൊണ്ട് ഞാൻ ഈ കാട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് വനദേവത അവരോട് ഒരു കാര്യം പറഞ്ഞു: മക്കളെ, എനിക്ക് എല്ലാം തുറന്നു പറയാൻ അനുവാദമില്ല. വിവേകികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകും. മംഗളം ഭവന്തു. ഭഗവതി പോയ ശേഷം രണ്ടു കൂട്ടരും ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഭഗവതി പറഞ്ഞതിന്റെ പൊരുൾ എന്തായിരിക്കുമെന്ന് ആർക്കും പിടികിട്ടിയില്ല. വനദേവത പോയ ഉടനെ തന്നെ ഹരിതാപമായിരുന്ന ആ കാട് ഉണങ്ങാൻ തുടങ്ങി. കാടെങ്ങും പച്ചിലകൾ പൊഴിയാൻ തുടങ്ങി. സിംഹിണിയെ കാണാൻ ബുദ്ധിമതിയായ കുറുക്കത്തി എത്തി. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഒരു മൂന്നാമൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാരണം എനിക്ക് ആ ധനി സിംഗിനെയാണ് സംശയം. റാണി ഓർക്കുന്നില്ലേ, കാട് കൈവശപ്പെടുത്താൻ കുറച്ചു ദിവസം മുമ്പ് വന്ന ആള്? കുറുക്കത്തി പറഞ്ഞതിന്റെ പൊരുൾ സിംഹിണിക്ക് മനസ്സിലായി. അവൾ ഉടനെ തന്നെ ആദിവാസി ജഗ്ഗുവിന്റെ അടുത്തേക്ക് പോയി. ജഗ്ഗു മൂപ്പ, നമ്മളെ തമ്മിലടിപ്പിച്ചതിന്റെ പിന്നിൽ ആ ധനി സിംഗിന്റെ ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നു. ആ അത്യാഗ്രഹി സുന്ദരവനത്തെ മോഹിച്ചവനാണ്. ഞാനും ഈ കാര്യം പറയാനാണ് ഇവിടെ വന്നത് മഹാറാണി. എനിക്കും ധനി സിംഗിനെയാണ് സംശയം. നമ്മളിനി എന്തു ചെയ്യണം മൂപ്പ? അവൻ വിരിച്ച വലയിൽ തന്നെ കൊടുക്കണം. സിംഹിണിയും ജഗ്ഗുമൂപ്പനും കൂടി ഒരു പദ്ധതി തീരുമാനിച്ചു. എന്നിട്ട് ധനിസിംഗിനെ വിളിച്ചു വരുത്തി. ജഗ്ഗു ചേട്ടാ, അറിയൂ, എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ വിളിക്കുമെന്ന്. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിനക്ക് കാട് തരാൻ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് കുറെ പൈസ വേണം. തരാം, ഉറപ്പ്. പക്ഷേ ആ സിംഹിണിയും സമ്മതിക്കണ്ടേ? സിംഹിണിയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അവൾ കേട്ടില്ലെങ്കിൽ അവളെ തട്ടിക്കളയും. നിങ്ങളൊരു ബുദ്ധിമാൻ തന്നെ. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് വളരെ വൈകിയല്ലേ മനസ്സിലായത്. പക്ഷെ കുഴപ്പമില്ല, ഒഴുകിലും മനസ്സിലായല്ലോ. നീ അവൾക്ക് ചേരേണ്ട പൈസയും എടുത്തിട്ട് വരണം. സിംഹിണിക്ക് എന്തിനാ പൈസ? ഞാൻ അവൾക്ക് മാംസം കൊടുക്കാന്നല്ലേ പറഞ്ഞത്, ഓർമ്മയില്ലേ?
താൻ ആദ്യം പൈസ കൊണ്ടുവാ. ആ പൈസ കൊണ്ട് സിംഹിണിക്ക് വേണ്ടിയുള്ള മാംസം ഞങ്ങൾ എല്ലാ ദിവസവും കൊടുത്തോളാം. നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. ജഗ്ഗു പറഞ്ഞതിനോട് സമ്മതം മൂളി ധനി സിംഗ് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം കോടിക്കണക്കിന് രൂപയുമായി കാട്ടിലേക്ക് തിരിച്ചു വന്നു. അവസാനം ഞങ്ങളുടെ വഴിക്ക് തന്നെ വന്നു അല്ലേ? ശരിയാണ്, വഴിക്ക് വന്നില്ലെങ്കിൽ നീ ഞങ്ങളെ ജീവനോടെ വിടില്ലല്ലോ. അനുസരിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായല്ലോ. അല്ലെങ്കിൽ സിംഹത്തെ കൊന്നതുപോലെ നിങ്ങളെയും കൊല്ലേണ്ടി വന്നേനെ. സിംഹത്തെ കൊന്നതുപോലെയോ? മനസ്സിലായില്ല. സിംഹരാജാവിനെ കൊന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ കൊലകുറ്റമോ നിന്റെ തലയിൽ ചുമത്തി. എന്റെ കണക്ക് കൂട്ടാനനുസരിച്ച് നിങ്ങളെ രണ്ടുപേരും അടിച്ചു പിരിയണം. അത് നടന്നല്ലോ. ധനി സിംഗ് തന്റെ തന്ത്രങ്ങളെക്കുറിച്ച് സിംഹിണിക്കും ജഗ്ഗുവിനും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട സിംഹിണിയുടെ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. അപ്പോ നീയാണ് എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നതല്ലടാ, പിന്നെ ഞങ്ങളെ തമ്മിലടിപ്പിച്ചു. ഓ, പക്ഷെ ഞാൻ നിനക്ക് തരാൻ പോകുന്ന പണം കൊണ്ട് നീ വേറൊരു കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോളൂ. ധനി സിംഗ്, ഞങ്ങൾ സിംഹങ്ങൾക്ക് നീ തരുന്ന പണം വെറും ഒരു കടലാസ് കഷ്ണമാണ്, തിന്നാൻ കൊള്ളാത്ത ഒന്ന്. നിനക്ക് പൈസ മതിയെന്ന് തീരുമാനിച്ചതേ ഞാനല്ല, ജഗ്ഗുവാണ്. അതുകൊണ്ടാണ് ഞാൻ കുറെ പൈസ കൊണ്ടുവന്നത്. ധനി സിംഗ് പറഞ്ഞത് കേട്ട വനവാസികൾ ചിരിക്കാൻ തുടങ്ങി. നീ എന്താ വിചാരിച്ചത്? നിന്റെ കണിയിൽ ഞങ്ങൾ വീണുന്നാ? ഇല്ലടാ, ഞങ്ങളാണ് നിന്നെ വിളിച്ചു വരുത്തിയത്. എന്ത്? മൃഗരാജനെ കൊന്നത് നീയാണ് ഞങ്ങൾക്കറിയാൻ കുറച്ച് വൈകി. പിന്നെ ഞങ്ങൾ സംസാരിച്ചെടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് നീ ഇവിടെ വന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ വാക്കുകൾ അനുസരിച്ച് നീ ഇവിടെ എത്തുകയും ചെയ്തു. നിന്റെ ധനം മുഴുവൻ ഇപ്പൊ എന്റെ കയ്യിലാണ്. പിന്നെ നിന്നെ കൊന്നു തിന്നും. നിമിഷങ്ങൾക്കുള്ളിൽ ആദിവാസികൾ അവിടെ എത്തി ധനി സിംഗിന്റെ ധനം മുഴുവൻ തട്ടിപ്പറിച്ചെടുത്തു. മൃഗങ്ങളോ ധനി സിംഗിനെയും സഹായികളെയും വേട്ടയാടി തിന്നു. അപ്പോഴാണ് അവർക്ക് ഒരുമയുടെ ശക്തി മനസ്സിലായത്. ഐക്യമത്യം മഹാബലമെന്ന് മനസ്സിലായി. സിംഹിണി, ഇതാണ് ദേവി പറഞ്ഞിട്ട് പോയ കാര്യം. ഐക്യമദ്യം മഹാബലമെന്ന്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതെ, ഇനി ഒരിക്കലും നമ്മൾ പോരടിക്കില്ല. കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായി മനസ്സിലായല്ലോ. ജഗ്ഗു സഹോദര, ഇനി മുതൽ ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ വനദേവത തിരിച്ചെത്തി. ഇത് കണ്ട വനവാസികൾ സന്തുഷ്ടരായി. പിന്നീട് ഒരിക്കലും അവർ വഴക്കിട്ടിട്ടില്ല, ഒരുമയോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.